ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ വെക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. അതായത് ചിക്കൻ എത്ര ദിവസം ഇരുന്നാലും വളിക്കാത്തൊരു ചിക്കൻ കറി. അതായത് ചിക്കൻ്റെ അകത്തെ വെള്ളം കൂടെ കൂട്ടി കറി വെക്കുമ്പോഴാണ് വളിക്കുന്നത്. അപ്പോൾ വളിക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ വെള്ളം വറ്റിച്ച് കഴിഞ്ഞിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഗ്യാസിലേക്ക് പാത്രം വയ്ക്കാൻ പോകും. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ അതേ പാത്രം തന്നെ എടുത്തിട്ടാണ് ആ പാത്രം എടുത്ത് ഇവിടെ കറി വയ്ക്കാൻ പോകുന്നത്. അടുപ്പിലോട്ട് വെച്ചു. കാണത്തില്ല, ഞാനത് തിരിച്ച് വെച്ചിട്ട് എല്ലാം വെച്ചുകൊണ്ട് കാണിക്കാം. ചിക്കൻ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിതെടുത്ത് ഇതിൻ്റെ അകത്തേക്ക് പാത്രത്തിലേക്ക് ഈ ഇട്ട് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ഗ്യാസ് ഓണാക്കുന്നു. ലേശം തീ കുറച്ച് വെച്ചിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വേവിക്കുമ്പോൾ ഇടുന്ന കുറച്ച് ഒന്ന് രണ്ട് പൊടികളൊക്കെ ഇട്ടിട്ട് വേണം അതിൻ്റെ വെള്ളം കളയാൻ വേണ്ടിയിട്ട് വെക്കാനായിട്ട്. അപ്പം ഞാൻ പൊടികളൊക്കെ എടുക്കട്ടെ. ആദ്യം വേണ്ടത് ലേശം മഞ്ഞല്ലോ മല്ലിപ്പൊടി. ഇവിടെ പാത്രം ഇവിടെ ഇങ്ങനെ ചൂടായിട്ട് വന്നുകൊണ്ടിരിക്കുക. ശീശി എന്നുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട്. മല്ലിയുടെ പാത്രം എടുത്തു. ഈ മല്ലിപ്പൊടി ലേശം ഇടട്ടെ. ഇതൊക്കെ ഒരു അളവിനനുസരിച്ച്, എല്ലാം കൈയളവ് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാത്ത യൂട്യൂബ് ചാനൽ കുക്കിംഗ് വീഡിയോസൊക്കെ കാണുന്ന പോലെ സ്പൂണ് ടീസ്പൂൺ അങ്ങനെയൊന്നും പറയാൻ അറിയത്തില്ല. നോർമൽ വീടുകളിൽ വെക്കുന്ന ഈ കഥ പറഞ്ഞുകൊണ്ടൊന്നും ഈ ഇത്ര അളവ് പറഞ്ഞുകൊണ്ടൊന്നല്ലല്ലോ വെക്കുന്നത്. നമ്മുടെ ഒരു ഇഷ്ടത്തിനത് ഇടുന്നു. മല്ലിപ്പൊടി ഇട്ടു. ഇനി ഇടാൻ പോകുന്നത് മഞ്ഞപ്പൊടിയാണ്. അത് ഒത്തിരി ഒന്നും വേണ്ട, ഒന്ന് കളറിന് വേണ്ടി ലേശം ഒന്ന് ഇടുക. അടുത്തിടാൻ പോവാണ് ഇച്ചിരി മുളക് പൊടി. എൻ്റെ കയ്യിലിരിക്കുന്ന മുളക് പൊടി എന്ന് പറഞ്ഞാൽ പിരിയൻ മുളകല്ല, സാധാ നോർമൽ മുളകും പിന്നെ കാശ്മീരി മുളകും കൂടെ കൂട്ടി ഉണക്കി പൊടിച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളക് പൊടി എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പം അതൊരു ലേശം ഇട്ടാൽ മതി. ഇത്രയും മതി. ഇനി ശകല ഉപ്പും കൂടെ ഇടണം. ഇനി ഒന്ന് ഇളക്കണം. അതിൻ്റെ ഒരു സാധനം വെച്ച് പിടിച്ച് വേണം ഇളക്കാൻ, അല്ലെങ്കിൽ പാത്രം തെന്നി പോരും. അപ്പോൾ ഈ കൊടിൽ വെച്ച് ഞാൻ ഇതിനകത്ത് ഒരു സ്പൂൺ എടുത്ത് കൊടിൽ പിടിച്ച് സ്പൂൺ ഇങ്ങനെ ഇളക്കട്ടെ. ഇതിൻ്റെ ലേശം ഒന്ന് ഇറച്ചിയുടെ വെള്ളം പറ്റുന്നതുകൊണ്ട് അതിൻ്റെ അകത്ത് ശകല അടി പിടിക്കുന്നുണ്ട്. അപ്പം അടി പിടിക്കുന്നതിന് ഇളക്കി മാറ്റിയിട്ട് കാണിക്കാവേ ഇതിനകത്ത് എങ്ങനെ ഇരിക്കണമെന്ന്. ഇങ്ങനെ മസാല പിടിച്ച് ഇതിനകത്ത് വെള്ളമെല്ലാം ഇങ്ങനെ കുറഞ്ഞ് ഇറച്ചി വെന്തിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇനി വെന്ത് വരുന്ന സമയം കണ്ട് ഞാനൊന്ന് പോയി ചോറുണ്ടിട്ട് വരാവേ, അല്ലെങ്കിൽ എൻ്റെ ചോറൂണ് നടക്കത്തില്ല. ഇപ്പോൾ ചോറുണ്ട് കഴിഞ്ഞിട്ട് ബാക്കി ഉള്ളിയും സവാളയും ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ അരിയുന്ന കാണിക്കാം. അത് കഴിക്കാൻ വേണ്ടി പാത്രത്തിലേക്ക് എടുത്ത നേരം കണ്ട് ഇങ്ങനെ ചിക്കൻ്റെ അകത്തുനിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങുവേ. അപ്പോൾ വെള്ളം ഇറങ്ങി അതിൻ്റെ അകത്ത് ഇറച്ചി മാത്രമായിട്ട് വരുന്ന സമയം ഉണ്ടാവും. ഇതിപ്പോൾ നോർമൽ ചിക്കൻ കറി ആണെങ്കിൽ വെള്ളവും മസാലയും ഉള്ളിയും സവാളയും എല്ലാം കൂടി ഇട്ടിട്ട്, അല്ലെങ്കിൽ സവാള വഴറ്റിയിട്ടാണ് സാധാരണ ഇറച്ചി ഇടുന്നത്. അപ്പോൾ അന്നേരം ഇറച്ചിയുടെ വെള്ളവും സവാളയും കൂടെ ഒന്നിച്ചാവും. ഇതിപ്പം ഞാൻ കാണിക്കുന്ന പറഞ്ഞാൽ ആ മസാലയും ഇറച്ചിയും കൂടി ഇട്ടിട്ട് അതിൻ്റെ വെള്ളം വറ്റിച്ച് കളയും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഒരു പ്രത്യേക തരം ചിക്കൻ കറിയാണ്. നമുക്ക് പേടിയെന്ന് പറഞ്ഞാൽ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചിട്ട് സാധനം ചീത്തയായി പോകത്തില്ല എങ്ങനെ വന്നാലും. അതിനൊരു ഗ്യാരൻ്റി ഉണ്ട്. ഹായ്, അപ്പോൾ എൻ്റെ ചോറൂണെല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ ചിക്കൻ കറി വെക്കാനായിട്ട് സവാള പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അരിയാൻ പോവുക. അപ്പോൾ എല്ലാ ദിവസം പോലെ തന്നെ തുടക്കത്തിൽ തന്നെ കത്തി മൂർച്ച കൂട്ടിയിട്ടാണ് തുടങ്ങാൻ പോകുന്നത്. അതിൻ്റെ തരിപ്പുള്ള സാധനം കണ്ടുപിടിക്കട്ടെ, അല്ലേ പിന്നെ വെറുതെ സമയം വേസ്റ്റ് ചെയ്യണ്ട. അപ്പോൾ തരിപ്പുള്ള ഭാഗത്ത് തന്നെയാണ് ഞാൻ മാന്തിക്കൊണ്ടിരിക്കുന്നത്, കത്തിയിൽ നിന്ന് ചൂടാക്കാൻ, അതായത് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട്. മൂർച്ച കൂടി വരുന്നുണ്ട്. അപ്പം അതിന് ഞാൻ എടുക്കുന്നത് 2 സവാളയാണ്. 2 സവാള, ഇച്ചിരി വലിയ സവാളയാട്ടോ.
അപ്പോൾ സവാളയുടെ തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളേ. പിന്നെ രസം എന്ന് പറയാൻ ഇപ്പം പ്രത്യേകിച്ച് പറയാൻ ഞാൻ ചിക്കൻ കറിയല്ലേ വെക്കാൻ പോകണം. അപ്പോൾ ചിക്കൻ്റെ കാര്യം ഞാനിവിടെ വന്നിട്ടിപ്പോൾ 6 മാസം കഴിഞ്ഞു. അപ്പോൾ ഈ 6 മാസത്തിനിടയ്ക്ക് ഏതോ ഒരു ദിവസം എങ്ങാണ്ട് ചിക്കൻ മേടിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ അടുത്തുള്ള ഫ്രഷ് മാർട്ടിൽ പോയി. അപ്പം നമുക്കിങ്ങനെ അറിയത്തില്ലല്ലോ ചിക്കൻ ഇങ്ങനെ. നമ്മൾ നാട്ടിൽ കണ്ടിട്ടുണ്ട് ബ്രോയിലർ കോഴിയുടെ, അതായത് നോർമൽ ഒരു എന്നാ പറയുന്നത് ഫാമിൽ നിന്നൊക്കെ മേടിക്കുന്ന ചിക്കനാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഫ്രഷ് മാർട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അവിടെ പല 2 ടൈപ്പിലുള്ള കോഴിയുണ്ട്. ഒന്ന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ നമ്മളെല്ലാവരും ഉപയോഗിച്ച് ശീലമുള്ള സാധാ ഫാമിൽ നിന്നുള്ള കോഴി. പിന്നെ വേറെ പറഞ്ഞു കോഴിക്ക് പേരെഴുതി വെച്ചിരിക്കുന്നത് ഡേസി ചിക്കൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഡേസി ചിക്കൻ എന്ന് പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് ആദ്യമായിട്ട് കാണുമ്പോൾ ഇത് എന്ത് ചിക്കനാണെന്ന് ഞാൻ വിചാരിച്ച വല്ല സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ വല്ലതും ആയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ നമ്മൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ നാടൻ കോഴിക്കാണ് ഇത് പറയുന്നത് എന്നാ ഡേസി ചിക്കൻ എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ നാടൻ കോഴി നമ്മുടെ നാട്ടിലൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ വേകാനായിട്ട് ഭയങ്കര പാടായിരിക്കും എന്നൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, കുക്കറിലൊക്കെ വെച്ച് ഭയങ്കര 2-3-4 വിസിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊലിയല്ല ഇറച്ചി വെന്ത് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും എന്നൊക്കെ നമുക്കിങ്ങനെ കാരണവന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നും നമ്മൾ കണ്ടുമൊക്കെ ശീലമുണ്ടല്ലോ. അപ്പം ഈ ഡേസിയുടെ കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് തന്നെയാണോ അതെന്നുള്ളൊരു സംശയം വന്നു. അപ്പോൾ നമ്മളവിടെയുള്ള കടക്കാരൻ ചേട്ടനോട് ചോദിച്ചപ്പം ഇത് നാടൻ കോഴിയാണ് പറഞ്ഞു. നാടൻ കോഴിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എൻ്റെ ഭർത്താവിനത് സംശയം. ഇതിപ്പോൾ പറയുന്നവർ കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് പേരിട്ടിരിക്കുന്നതായിരിക്കും എന്നും വിചാരിച്ച് ഞാൻ പറഞ്ഞു നമുക്ക് കുക്കറിൻ്റെ അകത്ത് വെച്ച് വരുമ്പോഴത്തേനും ചിക്കൻ കറി ആക്കാനായിട്ട് ഒരുപാട് സമയം എടുക്കും. അപ്പം നമുക്ക് കേട്ടിട്ടുള്ള നോർമൽ കണ്ടിട്ടുള്ള ചിക്കനൊക്കെ മേടിച്ചാൽ മതി, നമ്മുടെ സാധാരണ ബ്രോയിലർ കോഴി മേടിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. പുള്ളി സമ്മതിച്ചില്ല, പുള്ളിക്ക് അത് തന്നെ വേണം. അങ്ങനെ അതായത് ഉച്ചയ്ക്ക് ചോറുണ്ണുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ചിക്കൻ മേടിക്കാൻ പോയത്. അപ്പോൾ പുള്ളിക്ക് ഈ ചോറിൻ്റെ കൂടത്തിൽ ചിക്കൻ കറി വേണം. പക്ഷേ പുള്ളി വിചാരിച്ച മാതിരി അങ്ങോട്ട് ചിക്കൻ കറി കൂട്ടാൻ പറ്റിയില്ല. സംഗതി വെന്ത് വരാനായിട്ട് പുള്ളി പറഞ്ഞ അനുസരിച്ച് ഇനിയിപ്പം ഞാൻ പറഞ്ഞത് തെറ്റായിരിക്കും എന്നും വിചാരിച്ച് അങ്ങോട്ട് കൊടുത്തു. സാധാരണ ചീനിച്ചട്ടിയിൽ അല്ലെങ്കിൽ പാത്രത്തിലിട്ട് വേവിക്കാൻ നോക്കിയിട്ട് ജന്മം ചെയ്ത് അത് വേഗത്തില്ല. എന്ത് ചെയ്യാനാന്ന് പറ, ഭയങ്കര. സവാള 2 തൊലി പൊളിച്ച് കഴിഞ്ഞു. ഇനി ഇത് ഇവിടെ സൈഡിൽ ഇരിക്കട്ടെ. അടുത്തത് വെളുത്തുള്ളിയാണ് അരിയേണ്ടത്. വെളുത്തുള്ളി അരിയുന്നുണ്ട്. അപ്പം ഞാനിതിങ്ങനെ കൂടുതൽ വെളുത്തുള്ളി ഓരോന്നായിട്ട് അരിഞ്ഞ് വരുമ്പോഴത്തേനും വീഡിയോയ്ക്ക് എന്നാ പറയുന്നത് ഭയങ്കര ആവശ്യമില്ലാത്ത ലാഗാവും. അതുകൊണ്ട് കാണുന്നവർക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്കിത് കണ്ടു കഴിയുമ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. 1-2 വീഡിയോ ഇടാറുള്ളൂ. അപ്പോൾ പിന്നെ അത് ഉള്ളതും മഹാവൃത്തികേടാക്കിയിട്ട് നമുക്ക് ഒരിക്കലും ആളെ വ്യൂവേഴ്സിന് കിട്ടാത്ത രീതിയിലാക്കണ്ടല്ലോ. അപ്പം ഞാൻ ഒന്ന് പൊളിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. വെളുത്തുള്ളിയെല്ലാം അരിഞ്ഞ് കഴിഞ്ഞു. ഇനി അടുത്ത അരിയാനുള്ളത് ഇഞ്ചിയാട്ടോ. ഞാൻ ഇഞ്ചി എടുക്കട്ടെ. ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇരിക്കുവാണ്. ഈ ഇഞ്ചി കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ചുരുക്കലൊന്നുമില്ല. ചൈനക്കാരുടെ ഇഞ്ചിയല്ലേ, ഭയങ്കര ഹാപ്പി ആയിട്ട് സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ്. ഇഞ്ചിയുടെ തൊലി കളയുന്നു. കുഴപ്പമില്ല, നമ്മുടെ നാട്ടിലെ ഇഞ്ചിയുടെ തന്നെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഒന്നുമില്ല, അടിപൊളി ടേസ്റ്റാണ്. നല്ല മണം അടിക്കുന്നുണ്ട് ഇതിന്. മണമുണ്ട്. അതുപോലെ ഇഞ്ചി അരിയുമ്പോഴത്തേനും നമ്മുടെ നാട്ടിലാണെങ്കിലും ഇതുപോലെ ഇഞ്ചിയുടെ അകത്തുനിന്ന് വെള്ളം നേരെ ഡയറക്റ്റ്, ഇപ്പം നമ്മൾ രാജ്യം മാറിയാലും ഇഞ്ചിക്ക് അറിയാം നേരെ കണ്ണിലോട്ട് തന്നെ അതിൻ്റെ വെള്ളം വന്ന് നീര് വന്ന് കണ്ണിലോട്ട് തന്നെ വീഴണം എന്നുള്ളത്. ഇപ്പം നമ്മൾ നാട് മാറിയാലും ഏത് രാജ്യക്കാരുടെ ഇഞ്ചിയാണെങ്കിലും അരിയുമ്പോൾ അത് നേരെ വന്ന് കണ്ണിൻ്റെ അകത്തേക്ക് വീഴുള്ളൂ. ആ കാര്യത്തിൽ ഇഞ്ചികളൊക്കെ ഒരേപോലെ കേട്ടോ. നാടും രാജ്യവും വ്യത്യാസമൊന്നുമില്ല. നേരെ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കണ്ണിക്കൊണ്ട് വന്ന് വീണ് നേരെ കണ്ണിലോട്ട് തന്നെ വന്നു. അയ്യോ, പറഞ്ഞപ്പോൾ തന്നെ നടക്കുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. എൻ്റെ അപ്പൻ്റെ
ചിക്കൻ കറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി സവാളയുടെ തൊലി കൊണ്ട കളയണം, സവാള കഴുകണം, ഇഞ്ചി കഴുകണം, എന്നാലേ നമുക്ക് അരിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്തിട്ട് വരാം. ഓക്കെ. ഫോണിൻ്റെ ചാർജ് കുറയാൻ തുടങ്ങി. ഇപ്പോൾ ഞാനൊന്ന് കുത്തി വെക്കട്ടെ. ആ സമയം കൊണ്ട് സവാളയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് സെറ്റാക്കിയിട്ട് വരട്ടെ കേട്ടോ. ഓക്കെ. ഹായ്. ഫോണിൽ ചാർജ് ലേശം ആവശ്യത്തിന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി തീരുന്നതിന് മുന്നേ ആയിട്ട് ചെയ്യാൻ, അതിൻ്റെ അകത്ത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടിട്ട് വീണ്ടും ചാർജ് കുത്തിയിടാൻ വെക്കണം. തീർന്നാൽ ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ആകും കേട്ടോ. അപ്പോൾ ഇനി വേണ്ടതെന്ന് അരിയാൻ പറഞ്ഞ ബാലൻസ് ഉണ്ടായിരുന്നു. തക്കാളി സവാളയും നമ്മൾ സെപ്പറേറ്റ് ആണ് വഴട്ടുന്നത്. അപ്പോൾ തക്കാളി വഴട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തക്കാളി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അത് അരിയുക. അങ്ങോട്ട് ക്യാമറയിലോട്ട് നോക്കുമ്പോൾ തന്നെ എൻ്റെ കൈ കത്തിയുടെ ഇടക്കോട്ട് കയറിപ്പോയി. ഒന്നും പറ്റിയില്ല, മുറിഞ്ഞില്ല ഭാഗ്യം കൊണ്ട്. അല്ലെങ്കിൽ ചിക്കൻ കറി വെക്കൽ നടക്കത്തില്ല. ഞാനിതിങ്ങനെ മുറിവ് നോക്കി ഇങ്ങനെ വ്യസനിച്ചിരുന്നേ. അപ്പോൾ ദൈവാധീനം കൊണ്ട് ഇതൊക്കെ നന്നായിട്ട് നെരിഞ്ഞു കഴിഞ്ഞു. ഇനി ഇതൊരു പാത്രത്തിൽ ഫ്രൈങ് പാനിൽ വെക്കണം. ഈ സവാള, വെളുത്തുള്ളി, ഇഞ്ചിയും കൂടി വേറൊരു പാത്രത്തിൽ വെക്കണം. അപ്പോൾ തക്കാളി ഇവിടെ ഇരിക്കുന്ന ഈ ഫ്രൈങ് പാനിൻ്റെ അകത്ത് വെക്കാൻ പോവാ. ഇതൊന്ന് ഈ ഗ്യാസിൻ്റെ പുറത്ത് അങ്ങോട്ട് ഇരിക്കാനായിട്ടുള്ള ഒരു ചില മസിൽ പിടുത്തമുള്ളൊരു സാധനമാണ്. ഊരി പോകുന്നുണ്ട്. ഇതൊന്ന് പിടിച്ചില്ലെങ്കിൽ ഉരുട്ടൊക്കെ പോകും. പിന്നെ ഇതേ ചിക്കൻ ഇങ്ങനെ ഇവിടെ ശരിയായിട്ട് വന്നിരിപ്പുണ്ട്. കാണാമോ? ഇവിടെ ഇപ്പോൾ ഞാൻ വെളിച്ചത്തിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന കാരണം കാണത്തില്ല ഇത് ചിലപ്പം. ഇതിപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി കണ്ടോ. ഇതിപ്പോൾ ഒരു മെനക്കായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പാത്രം ചൂടാൻ നേരം കണ്ട് ഈ സവാളയ്ക്ക് ഇഞ്ചിക്കുള്ള പാത്രം എടുത്തിട്ട് അല്ലിപ്പൊളിച്ച് ഇത് വേറൊരു ഫ്രൈങ് പാൻ. ഇതിൻ്റെ അകത്തേക്ക് സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും വയ്ക്കാൻ പോവാം. അതവിടെ ചൂടാവുന്നു. ഇനി ചൂടാകുന്ന നേരം കണ്ട് എണ്ണ എടുക്കുന്നു. ഇത് നെസ്റ്റോയിൽ നിന്ന് മേടിച്ച സൺഫ്ലവർ ഓയിലാട്ടോ. സൺഫ്ലവർ അല്ലല്ലോ, സോഹാർ ഡബിൾ ചോള എണ്ണയാട്ടോ ഇത്. സൺഫ്ലവർ അല്ല. നമ്മൾ കാണുമ്പോൾ മഞ്ഞക്കളർ ഇരിക്കുമ്പോൾ ഞാൻ അത് കാണുമ്പോൾ വിചാരിക്കും സൺഫ്ലവർ ആണ്, പക്ഷേ സൺഫ്ലവർ അല്ല. ഇത് ചോളത്തിൻ്റെ എണ്ണ. ചോളം അത് ഇവിടെ ചൂടായി. അപ്പോൾ ഇവിടെ ആദ്യം എണ്ണ ഒഴിക്കട്ടെ. വിചാരിച്ചോടത്തല്ല എണ്ണ ഒഴിക്കാൻ ആദ്യം ചൂടായത്, കാരണം ഇതാണല്ലോ ആദ്യം വെച്ചത്. ഇനി തക്കാളി ഇടാൻ പോയി എന്താവുമെന്ന് കണ്ടറിയാം. കട്ടിംഗ് ബോർഡ് കഴുകാൻ വെച്ചു. ഇതിൻ്റെ അകത്തേക്ക് ഇനി സവാള ഇടണം. അല്ല, എണ്ണ ഒഴിക്കണം. ഇതിൻ്റെ അകത്തേക്ക് ഇനി എണ്ണ ഒഴിക്കണം. എണ്ണ അതിൻ്റെ അകത്ത് ഒഴിച്ചു. അതവിടെ ഇരുന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ സ്റ്റീം സൗണ്ട് ഉണ്ടാക്കി അങ്ങ് പൊക്കോണ്ടിരിക്കുക വെള്ളം. അപ്പോൾ അത് ഇളക്കാനൊരു സ്പൂൺ വേണം, ഇതിനൊരു സ്പൂൺ വേണം. പിന്നെ അത് നോക്കട്ടെ എന്ന സ്പൂൺ വെള്ളമുണ്ടോ. ചെറിയൊരു സ്പൂൺ അതിന് ഇത് ഇളക്കാൻ, സവാള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇളക്കാനായിട്ടൊരു സ്പൂണ് കിട്ടി. ഇത് സവാളയ്ക്ക്, ഇത് തക്കാളിക്ക്. അപ്പം ഞാനൊക്കെ ഇടാൻ വേണ്ടി ചൂടായി. ഈ സവാളയും ഇഞ്ചിയും കൂടി മൊത്തം അങ്ങ് പോവാണ്. സവാളയും ഇഞ്ചിയും കൂടി ഈ പാത്രത്തിലേക്ക് ഇടാൻ പോവാം. അപ്പം ഞാനിതൊന്ന് ഇളക്കട്ടെ. ആദ്യം ചെറുത് ഇളക്കാം. തക്കാളി തക്കാളിക്കകത്ത് വെള്ളവും ചാണകമല്ലല്ലോ, വെള്ളവും എണ്ണയും, പിന്നെ എന്താണ് വെള്ളവും എണ്ണയും തക്കാളിയും കൂടെ ഒന്നിച്ച് വരുമ്പോഴത്തേനും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും നിൽക്കത്തില്ല. അതങ്ങോട്ട് തെറിച്ച് മുഖത്തേക്കൊക്കെ വരും. വീണ്ടും അതല്ല പറയുമ്പോൾ അങ്ങ് തെറ്റിപ്പോവാണേ, ക്ഷമിച്ചേക്കണേ. ഈ
തക്കാളി ഇങ്ങനെ സെപ്പറേറ്റ് വാട്ടിയിട്ട് ചിക്കൻ കറിക്കകത്തിരുന്നതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ. മസാലയുടെ കൂടത്തിൽ കിടന്ന് തക്കാളി വഴുന്നതിനേക്കാളും ഒരു പടി മുകളിൽ നിൽക്കും ടേസ്റ്റിൽ. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണേലും നമുക്ക് കഴിക്കുമ്പോൾ ഒരു മനസ്സമാധാനം ഉണ്ടല്ലോ, നന്നായിട്ട് ഉണ്ടാക്കിയിട്ടാണല്ലോ കഴിച്ചതെന്നുള്ളത്. ഞാൻ ഇതിൻ്റെ കാര്യം മറന്നുപോയി. സവാള ഇഞ്ചി കൂടെ ഇളക്കട്ടെ. സവാളയിൽ തീ കൊടുത്തിട്ട് അങ്ങ് മെരിഞ്ഞ് വരുന്നേ ഉള്ളൂ. വിചാരിച്ച പോലെ അങ്ങോട്ട് മെരിങ്ങുന്നില്ല. ഇതാണെങ്കിൽ ഇട്ട വഴി ഇങ്ങോട്ട് ചടപട സൗണ്ട് ഉണ്ടാക്കിയിട്ട് അങ്ങ് വാടി തുടങ്ങി. വേണ്ട, ക്യാമറയിൽ എടുത്തുനിന്ന് കഴിഞ്ഞാൽ ക്യാമറ ഫോണേലാണ് എടുക്കുന്നത്. അപ്പം ഫോണങ്ങ് പോകും. ഇതൊക്കെ ഒന്ന് ആയി കിട്ടിട്ടോ. തീ അല്പം കുറച്ചിട്ട്. തീ ഊന്നുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തീ കുറയ്ക്കാനൊക്കെ അങ്ങ് മറന്നു പോകും. ഇപ്പം തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് വാടി അതിൻ്റെ വെളുപ്പ് നിറം വന്നു കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ തീ ഒന്ന് ശകലം കുറയ്ക്കണം. സവാള നമ്മുടെ വഴിക്ക് വരുന്നുണ്ട് കേട്ടോ. വാടി തുടങ്ങി വെളുത്ത് വരുന്നുണ്ട്. കാണാൻ തോന്നേ. കാണത്തില്ലേ? ഞാൻ കണ്ട് കാണിക്കാം കേട്ടോ. കാണിച്ചു തരാം. അതെ, വെളുത്ത് വരുന്നുണ്ട്. അതിൻ്റെ ചുവന്ന കളറെല്ലാം മാറി വരുന്നുണ്ട്. തക്കാളി ഇതേ ഇങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് വെള്ളമെല്ലാം ഇറങ്ങി ഉണങ്ങി വരുന്നുണ്ട്. ഒരു അബദ്ധം പറ്റി. ഞാൻ ചിക്കൻ കറിക്ക് സവാളയ്ക്ക് ഇളക്കാൻ നിന്ന ഇതല്ല എടുത്ത് പിന്നെ എടുത്ത് ഇളക്കിയത്. ഇത് ഈ ഫോണിൻ്റെ അടുത്ത് ഇരിക്കുമായിരുന്നു. ഇതല്ല ഞാൻ പിന്നീട് അങ്ങോട്ട് ഇളക്കിയത്. ചിക്കൻ വെള്ളം കളയാൻ നേരത്തെ ഇളക്കാൻ വേണ്ടി ഒരു സ്പൂൺ ഇതേപോലെ തന്നെ എടുത്ത് അതിൻ്റെ ചിക്കൻ്റെ പാത്രത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു. അതാണ് എടുത്ത് ഇളക്കിയത്. ഇപ്പോൾ 2 സ്പൂണിലുമായി. ഇത് ചിക്കൻ ഇളക്കാൻ വേണ്ടി എടുത്തത്, ഇത് സവാള എടുത്തത്. ഇത് രണ്ടും ഒരെണ്ണം വേണ്ടിയിട്ടാണ് ഞാൻ ട്രൈ ചെയ്തത്. പക്ഷേ ചെയ്ത് വന്നപ്പം ഇരട്ടിപ്പണിയായി. ഇത്രയും സ്പൂൺ ഇനി കഴിയേണ്ടി വന്നു. ഒരെണ്ണോടെ എക്സ്ട്രാ വന്നു. അല്ലെങ്കിൽ 2 സ്പൂൺ കഴിക്കാൻ മതിയായിരുന്നു. ഇപ്പോൾ കൂടുതൽ സൂക്ഷിക്കാൻ പോയപ്പം സ്പൂണിൻ്റെ എണ്ണം കൂടി, കഴുകാനുള്ള സാധനത്തിൻ്റെ എണ്ണം കൂടി. ഇതൊക്കെയായിട്ട് ഇടയ്ക്കിടയ്ക്ക് അബദ്ധം പറ്റുന്നത്. എൻ്റെ തക്കാളി അവിടെ കരിയാറ്. അതിന് മുന്നേ ഞാൻ ഓഫാക്കട്ടെ. കുഴപ്പമില്ല. തക്കാളിയുടെ കാര്യം ഓക്കെ. ഇനി സവാളയുടെ കാര്യം നോക്കിയിട്ട് പറയാവേ. അവിടെ വഴന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സവാള വഴന്നങ്ങ് പെട്ടെന്ന് തന്നെ സവാള വഴന്ന് തീ ഇച്ചിരി കുറയ്ക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ കുറച്ചില്ല. അപ്പോൾ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്തിട്ടുണ്ട്? ഇനി ചിക്കൻ്റെ അകത്ത് കണ്ട് വെട്ടമൊന്നും കാണുന്നില്ല കേട്ടോ. ചിക്കൻ്റെ അകത്ത് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് മസാല ഉണ്ടാക്കണം. അപ്പോൾ അത് ഞാൻ റെഡിമെയ്ഡായിട്ട് ഓൺ ദ സ്പോട്ടിൽ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. പറഞ്ഞുകൊണ്ട് കടയിൽ നിന്ന് മേടിക്കുന്ന ചിക്കൻ മസാല ഉപയോഗിക്കുന്നില്ല എന്നല്ല, അത് ഇടും. പക്ഷേ അതിനകത്ത് ഇച്ചിരി മുളക് പൊടി ഓൾറെഡി ഇതിനകത്ത് മുളക് പൊടി ഇട്ടിട്ടുമുണ്ട്. പിന്നെ വീണ്ടും ചിക്കൻ മസാലയുടെ മസാലയും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തിന്നാൻ വരാണ്ട് വരും. അതിന് ഭയങ്കര എരിവാണ്. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നതിനും അതുപോലെ തന്നെ ചിക്കൻ മസാല ഞാൻ മേടിച്ച് വെച്ചിരിക്കുന്നത് ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതുണ്ട് ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല മേടിച്ചിരിക്കുന്നത്. രാവിലെ ഞാൻ അപ്പത്തിൻ്റെ കൂടെ ഉള്ളിക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഇട്ടതാണ്. നമുക്ക് ഒരു തവണയിലെ എരിവൊന്നും സഹിച്ച് തിന്നാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല എന്നല്ല, അതുകൊണ്ട്. പക്ഷെ നമുക്കിതിപ്പോൾ തിന്നാൻ ഇത് ഗുമ്മ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി സ്വയം റെഡിമെയ്ഡായിട്ട് ഓൺ ദ സ്പോട്ടിൽ ഉണ്ടാക്കുന്ന മസാല, ഗരം മസാലയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെ സാധനം വേണം നോക്കാട്ടോ. എല്ലാവർക്കും അറിയാവുന്ന സാധനം തന്നെയൊക്കെ ഉള്ളൂ. പിന്നെ ഒരു രസം. അയ്യോ, പാത്രം കാണാനില്ലേ? അയ്യോ, ഞാൻ മസാല വെച്ച പാത്രം. ഇത് സാധനത്തിന് ഈ ബോർഡല്ല, ഈ എന്താ പറയുന്ന സാധനത്തിന് പേര്, സാധനം എടുത്ത് വെക്കുന്ന സംഗതി ഉണ്ടല്ലോ, അതിന് ഹൈറ്റ് കൂടുതലാണ്. എനിക്കാണെങ്കിൽ അതിനേക്കാളും കുറവാണ്. അപ്പം ഞാനിതിങ്ങനെ തപ്പി കണ്ടുപിടിക്കണം. അപ്പോൾ തപ്പി കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കാണാം കേട്ടോ. അല്ലെ ഭയങ്കര ബോറടി ആയിരിക്കും. ഇല്ല, ഞാനിവിടെ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന മസാല ഞാൻ നേരത്തെ ഒരാഴ്ച മുന്നേ ഞാൻ ഇതിനെടുത്തായിരുന്നു.
എന്നാ ആട്ടിറച്ചി ഇല്ലല്ലോ, ആട്ടിറച്ചിയുടെ കറി വെക്കാനെടുത്തു. ഞാൻ ആ കാര്യം മറന്നുപോയി. ഇപ്പം ഞാനൊരു ഓരോന്നോരോന്നായിട്ട് എടുത്ത് ശകലിച്ച് ഒന്ന് പൊടിച്ചിട്ട് എടുക്കട്ടെ. ഇതിപ്പോൾ ഗരം മസാല ഇല്ല, ഇതിൻ്റെ പേരെന്നാന്ന് വെച്ചാൽ ജീരകം പോലെ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്നാന്ന് ഞാൻ പെട്ടെന്ന് മറന്നുപോയി കേട്ടോ. ഒന്നും വിചാരിക്കുന്ന പോലെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. നല്ല മണം. ഈ സാധനം പച്ച കളറിലിരിക്കുന്നത്. എങ്ങനെ വിചാരിച്ചാൽ കാണാൻ പറ്റുന്നു? കാണാവോ? ഇപ്പം കാണാം കേട്ടോ. ഈ സാധനമാണ്. ഇതിൻ്റെ പേര് എനിക്കിപ്പോൾ പറയാൻ കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ്, അറിയാൻ മേലാത്തോണ്ടല്ല, ഞാൻ പേരങ്ങ് മറന്നുപോയി. നമ്മുടെ ഇറച്ചിക്കകത്തൊക്കെ ഇടുന്നതാണ്. അപ്പം ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇനി അടുത്തത് ഇതെന്ത് സാധനം? കുരുമുളക് വേറെ ഉണ്ട്. കുരുമുളക് ഇതിനകത്ത് നിന്ന് എടുക്കാം. ഇതിങ്ങനെ ഒരു സൂത്രമാണ്. ഇത് എല്ലാവരുടെയും വീട്ടിലുണ്ട്. ഇതിങ്ങനെ പിടിച്ച് പിരിയാന്ന് ഇതിങ്ങനെ പൊടിച്ച് ഇങ്ങനെ വീഴും. ഇതിനകത്ത് കാണാമോ? ഇതിങ്ങനെ സാധനം ഇങ്ങനെ പിടിച്ച് ഇതിൻ്റെ ഈ തലയെ പിടിച്ച് തിരിക്കണം. അപ്പോൾ കുരുമുളക് ഇങ്ങനെ പൊടിച്ച് ഇങ്ങനെ വീഴും. മിക്സിയുടെ ആവശ്യമില്ല. കൈ കൊണ്ട് ഇടികല്ലും വേണ്ട, ഒന്നും വേണ്ട, മിക്സിയും വേണ്ട. കൈ കൊണ്ട് ഇട്ടിങ്ങനെ 1 2 3 പിരിയാന്ന് പിരിച്ചാൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു കൈ ക്ലോക്ക് വൈസ്, ഒരു കൈ ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ കുരുമുളക് ചടപടേന്ന് വീണോളും. ഇനി ഇത് ഒന്ന് എടുത്ത് വെക്കട്ടെ. ഇനി അടുത്ത എന്തൊക്കെ തപ്പണം ദൈവമേ. ഞാൻ തപ്പിക്കഴിഞ്ഞിട്ട് ബാക്കി കാണിക്കാവേ. ഞാൻ നോക്കിയിട്ട് ചിക്കൻ കറിക്ക് വേണ്ട സാധനം, ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും ഒന്നും കാണുന്നില്ല. അപ്പോൾ ഉള്ളത് വെച്ചങ്ങിടാം. ഇതെന്ന് പറഞ്ഞാൽ സിനമൺ സ്റ്റിക്കാണ്, നമ്മുടെ നാട്ടിലെ കറുവാപ്പട്ട. പക്ഷെ ഇത് നാട്ടിലെ കറുവാപ്പട്ടയല്ല, ഇങ്ങനെ ചുരുട്ടി വെച്ച മാതിരി ഇരിക്കുന്ന ഒരു സാധനം. ഇത് മൊത്തം കീറിപ്പോയി, മൊത്തത്തിൽ ആവേശം മുഴുവനോടെ കീറിപ്പോയി. അപ്പം ഞാൻ കാണിക്കുന്നത് കണ്ട് ഇത് കൊണ്ടോ ബീഡി പോലെ ഇരിക്കുന്നൊരു സാധനമാണ്. കാണാവോ? ഇങ്ങോട്ട് ഇത് കണ്ടോ? വെട്ടമുള്ളതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അങ്ങ് എങ്ങോട്ട് തിരിക്കണം എന്നുള്ളത് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ടാണ്. ഇത് കണ്ടോ? ബീഡിക്കുറ്റി പോലെ ഇരിക്കുന്നൊരു സാധനം. നമ്മുടെ നാട്ടിലെ കറുവാപ്പട്ട ഉണങ്ങി മണമൊന്നും ഇല്ലാത്തതല്ല. പക്ഷെ ഇത് മണമുണ്ട്, ലൈറ്റ് സ്മെല്ലാണ്. ഇത് ലൈറ്റ് ഒരു എന്നാ പറയുന്നത്, നമ്മുടെ കോൺസെൻട്രേറ്റഡ് സാധനവും ലൈറ്റ് സാധനമായിട്ട് അങ്ങനെ വ്യത്യാസമുണ്ടല്ലോ കെമിസ്ട്രിയിലൊക്കെ. അപ്പോൾ അങ്ങനെ ഇതിൽ സാധനം നല്ലതാണ്, ലൈറ്റ് വലിയ കോൺസെൻട്രേറ്റ്. നമ്മുടെ നാട്ടിലെ പെടുക്കെട്ട് മണമാണ്, ഭയങ്കര മണമാണ്. പക്ഷെ എന്നാൽ കാണാൻ വലിയ ലുക്കില്ല. ഇതിപ്പോൾ കാണാൻ ലുക്കുണ്ട്, മണം കുറവാണ്. ഇത് മതിയാവും. ഇതിനകത്ത് ഇത് ഫുള്ള് വേണ്ട. ഈ ബീഡി പോലെ ഇരിക്കുന്ന സാധനത്തിൻ്റെ അകത്ത് നിന്ന് ശകലം മുറിച്ച്, അയ്യോ ഇത് പൊടിയുന്നില്ല, മൊത്തം കുളമാവും വീഡിയോ. പൊടിഞ്ഞു ഉദ്ദേശിച്ചതിനേക്കാൾ ശകലം കൂടുതൽ പൊടിഞ്ഞു പോന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതങ്ങ് ഇടുക. എന്തായാലും ഇടണം, വേറെ ഒന്നുമില്ല. അപ്പം ഇതിൻ്റെ ടേസ്റ്റ് ശകലം മുന്നിൽ നിൽക്കും, അത് വേറൊരു കാര്യം. പക്ഷെ എന്നാലും ചിക്കൻ വെക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഉള്ളതുപോലെ സംഗതി ഇപ്പം എല്ലാം ഉണ്ട്. അപ്പം ഉണ്ടോ കടലാസ് ഒന്ന് കളയട്ടെ, നേരെ പറന്ന് തലയിലോട്ട് വന്നു. അപ്പം ഇനി ഇതൊന്ന് പൊടിച്ചിട്ട് കാണാം. ഞാൻ ഈ മസാല പൊടിച്ചിട്ട് വന്നു കേട്ടോ. മണത്ത് നോക്കിയിട്ട് വലിയത് എല്ലാം എൻ്റെ കണ്ണിലോട്ട് തന്നെയാണല്ലോ പോണേ. കുഴപ്പമില്ല, കണ്ണ് കുഴപ്പമില്ല. അപ്പോൾ ഇനി മണക്കാൻ പോകുന്നില്ല. ഇനി മണത്ത് പോയി കഴിഞ്ഞാൽ മൊത്തം വീഡിയോ വൃത്തിയിടാം. അപ്പോൾ വലിയ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കുത്തലുമാണ്. അപ്പം നമ്മൾ നാട്ടിലെ സാധനം ഇപ്പം ഞാൻ ഈ രീതിയിൽ ഇടുവാണെങ്കിൽ ഇതിൻ്റെ കുത്തലായിരിക്കും ചിക്കൻ കറിക്കകത്ത്. പക്ഷേ ഇതിനങ്ങനെയില്ല, കുത്തൽ മണവും ഇല്ല, കുത്തൽ ടേസ്റ്റും കാണത്തില്ല കേട്ടോ. ഞാൻ കാണിച്ചില്ല, പ്രത്യേകത ഒരു സിനമൺ സ്റ്റിക്ക്. അത് കുഴപ്പമില്ല, അടിപൊളിയാണ്, വലിയ മണവും ഇല്ല. അപ്പം ഞാനിതിട്ടിട്ട് കാണിക്കാം. എൻ്റെ ഫോണിൻ്റെ ചാർജ് വീണ്ടും കുറഞ്ഞു. ഇതിനകത്ത് സിഗ്നൽ കാണിച്ചു ചാർജ് കുറയാൻ പോവാന്ന്. ഒരു 2-3 കട്ടയേ ഉള്ളൂ, കട്ടയെന്നല്ല ശതമാനമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിച്ചു. അപ്പം ഞാനിവിടെ മുറിയിൽ വന്ന് കുത്തിയിട്ടിരിക്കുക. അപ്പോൾ ബാക്കി ഇത് കഴിഞ്ഞിട്ട് കാണിക്കും, ചാർജ് ഒന്നായിട്ട് കാണിക്കും. അപ്പോൾ ചാർജ് ഞാൻ കുത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പം ഞാൻ സാധനം ഈ പൊടിക്ക് ഗരം മസാല പൊടിക്കകത്തേക്ക് ഞാൻ വരട്ടി വെച്ച തക്കാളിയും കൂടി കൂട്ടിയിട്ട് അങ്ങ് അരച്ചു. അപ്പോൾ അത് ഈ കോലത്തിലായി. അപ്പം ഇതിനി ഇറച്ചിക്കകത്തേക്ക് ശകലം ഒരു 1-2 തുള്ളി വെള്ളവും കൂടി ഒഴിച്ചൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കണം. അതൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ ഞാനതൊന്ന് ചെയ്തിട്ട് വരാം. ഇവിടെ ഫോൺ കുത്തിയിട്ടിരിക്കുന്നുണ്ട്, അങ്ങോട്ട് കൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ്. ചിക്കൻ കറി ഇത് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് തിളയ്ക്കട്ടെ, കറി ആവട്ടെ. കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും കാണാം. ഇവിടെ കിടിലൻ ചിക്കൻ കറി ആയിട്ടുണ്ട്.
ഓക്കെ, കളർ എന്ത് ഭംഗിയാന്ന് നോക്കി, എന്ത് കിടിലൻ കളറ്, കിടിലൻ ടേസ്റ്റ്, കിടിലൻ മണം. ഇതൊരപ്പോ അല്ലെങ്കിൽ ബ്രെഡോ ഒക്കെ ഉണ്ടെങ്കിൽ കിടുക്കാച്ചയായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നതും ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നോളം വരെ ബൈ.